2023 നവംബർ 19 ഏകദിന വേൾഡ് കപ്പിൽ ഒരു പരാജയവും അറിയാതെ ഓസ്ട്രേലിയക്കെതിരെ കലാശ പോരാട്ടത്തിന് ഇന്ത്യ കളത്തിലിറങ്ങി. ഓസ്ട്രേലിയൻ നായകൻ മത്സരത്തിന് മുന്നോടിയായിട്ടൊരു വാക്ക് പറഞ്ഞു: ഞങ്ങൾ ഇന്ത്യൻ ആരാധകരെ അവരുടെ ഗാലറിയിൽ വെച്ച് നിശബ്ദമാക്കും. അതിന് വല്ലാത്ത ഒരു സുഖമാണുള്ളത്. കമ്മിൻസ് പറഞ്ഞതുപോലെ തന്നെ അന്ന് സംഭവിച്ചു. ആർപ്പുവിളികളോടെ തുടങ്ങിയ ഇന്ത്യൻ ആരാധകരുടെ ശബ്ദം അവസാനമായപ്പോഴേക്കും നിലച്ചുപോയി. കലങ്ങിയ കണ്ണുകളുമായി തകർന്നുപോയ ഇന്ത്യയുടെ രണ്ട് ശരീരങ്ങളെ അന്ന് അവിടെ കാണാൻ സാധിച്ചു. ഇതിഹാസങ്ങളായ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ആയിരുന്നു അത്. ഇനിയൊരു ഏകദിന വേൾഡ് കപ്പ് അവർക്ക് മുന്നിൽ ഉണ്ടാകുകയില്ല എന്ന നിരാശ എല്ലാവരിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു കിരീടം അവർക്ക് അത്രക്കും വേണ്ടപ്പെട്ടതായിരുന്നു. പകരം അവർക്ക് മുന്നിലുണ്ടായിരുന്നത് മറ്റൊരു T20 വേൾഡ് കപ്പ് ആയിരുന്നു. എന്നാൽ ആ സമയത്ത് ഇരുവരും T20 വേൾഡ് കപ്പിന് ഉണ്ടാകുമോ എന്ന സംശയം ഉയർന്നിരുന്നു. എന്നാൽ T20 വേൾഡ് കപ്പിലും നായകനാക്കിക്കൊണ്ട് രോഹിത് ശർമ്മയെ BCCI നിയമിക്കുന്നു. ഓപ്പണറായി വിരാട് കോഹ്ലിയെയും ടീമിൽ ഉൾപ്പെടുത്തി. അങ്ങനെയാണ് രണ്ട് ഇതിഹാസങ്ങൾ വീണ്ടും സ്വപ്നം കണ്ടു തുടങ്ങിയത്. മറ്റൊരു കിരീടം മോഹിച്ച ഇരുവരും T20 വേൾഡ് കപ്പ് ഫൈനലിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. ഇതും ഒരു പരാജയവും അറിയാതെ അതിൽ തന്നെ സൂപ്പർ 8 ഓസ്ട്രേലിയയെ തകർത്തെറിഞ്ഞ് അവരെ പുറത്താക്കി ഇന്ത്യ സെമി ഫൈനലിലേക്ക് പ്രവേശനം നേടി. സെമി ഫൈനലിലാണെങ്കിൽ ഇംഗ്ലണ്ടിനോടുള്ള 2022 കണക്ക് ഇന്ത്യ വീട്ടുകയും ചെയ്തു. അങ്ങനെ കലാശ പോരാട്ടത്തിൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ബർബഡോസിൽ മത്സരം ആരംഭിച്ചു. സൂര്യകുമാർ യാദവിനെയും ഋഷഭ് പന്തിനെയും അതുപോലെ തന്നെ നായകൻ രോഹിത് ശർമ്മയെയും എളുപ്പത്തിൽ നഷ്ടമായെങ്കിലും മറുവശത്ത് വിരാട് കോഹ്ലി എന്ന ഇതിഹാസം നിലയുറപ്പിച്ചു നിന്നു. അങ്ങനെ 59 പന്തിൽ 76 റൺസുമായി വിരാട് കോഹ്ലി മടങ്ങുമ്പോൾ ടീമിനെ 163 എന്ന മികച്ച സ്കോറിലേക്ക് എത്തിച്ചിരുന്നു. 47 റൺസ് നേടിയ അക്സർ പട്ടേലിന്റെ മികവിൽ ഇന്ത്യ നേടിയത് 176 റൺസ്. മറുപടി ബാറ്റിംഗിന് സൗത്ത് ആഫ്രിക്ക കളത്തിലിറങ്ങി. എന്നാൽ പവർ പ്ലേയിൽ ആദ്യം തന്നെ 2 വിക്കറ്റുകൾ അവർക്ക് നഷ്ടമായി. എന്നാൽ അതിൽ തളരാതെ ഡീകോക്കും സ്റ്റെബ്സും ചേർന്ന് ടീമിന് വേണ്ടി അടി തുടങ്ങി. അതിനിടെ സ്റ്റെബ്സിനെ പുറത്താക്കാൻ സാധിച്ചെങ്കിലും തുടർന്നെത്തിയ ക്ലാസൻ അതിലേറെ വേഗത്തിലായിരുന്നു അടി തുടങ്ങിയത്. അങ്ങനെ ക്ലാസനെയും ഇന്ത്യ മടക്കിയെങ്കിലും ഇന്ത്യൻ ആരാധകരുടെ മുഖത്ത് സന്തോഷമുണ്ടായിരുന്നില്ല. അതിന് കാരണം ശേഷിക്കുന്ന 23 ബോളിൽ വെറും 26 റൺസ് മാത്രമേ അവർക്ക് ജയിക്കാൻ വേണ്ടിയിരുന്നുള്ളൂ എന്നതാണ്. എന്നാൽ അവിടെ നിന്ന് ഇന്ത്യൻ ബോളർമാർ വീണ്ടും വിശ്വരൂപം പൂണ്ടു. തുടർന്ന് സൗത്ത് ആഫ്രിക്കക്ക് അവസാന 3 ഓവറിൽ ജയിക്കാൻ 22 റൺസ് വേണമെന്നിരിക്കെ 18 ഓവർ എറിഞ്ഞ ജസ്പ്രീത് ബുംറ നൽകിയത് വെറും 2 റൺസ് മാത്രമായിരുന്നു. മാത്രമല്ല ജയൻസിനെ പുറത്താക്കുകയും ചെയ്തു. തുടർന്നെത്തിയ അർഷദീപ് സിംഗ് 19 ഓവറിൽ വെറും 4 റൺസ് മാത്രമേ വിട്ടുകൊടുത്തുള്ളൂ. അവസാന ഓവറിൽ മില്ലറെയും റബാഡയെയും ഹർദിക് പാണ്ഡ്യ പുറത്താക്കുകയും ചെയ്തപ്പോൾ ഇന്ത്യ വിജയം സ്വന്തമാക്കുകയും ചെയ്തു. ആ നിമിഷത്തിൽ പല ആരാധകരും താരങ്ങളും കണ്ണീർ പൊയ്ക്കുന്ന രംഗമാണ് കണ്ടത്. എന്നാൽ ഇത്തവണ അത് സന്തോഷത്തിൻ്റെതായിരുന്നു എന്ന് മാത്രം. T20 വേൾഡ് കപ്പിൽ 17 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ വീണ്ടും ഒരു കിരീടം ഇന്ത്യ ചൂടി. 13 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഇന്ത്യക്ക് മറ്റൊരു കിരീടം. T20 വേൾഡ് കപ്പിലെ 7 ഇന്നിംഗ്സുകളിൽ ഫോമില്ലാതെ പോയ വിരാട് കോഹ്ലി ഫൈനലിൽ പ്ലെയർ ഓഫ് ദ മാച്ച് ആകുന്നു. മറുവശത്ത് മുന്നിൽ നിന്ന് നയിച്ച നായകന് രോഹിത് ശർമ്മ ടീമിന് വേണ്ടി ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമാകുന്നു. അതിനേക്കാളപ്പുറം അവർ ഇന്ത്യക്ക് വേണ്ടി വീണ്ടും ഒരു കിരീടം നേടിത്തന്നു. ആ നിമിഷത്തിൽ ഇരുവരും മറ്റൊരു കാര്യം കൂടെ പ്രഖ്യാപിച്ചു: ഞങ്ങൾ T20 ഫോർമാറ്റിൽ നിന്നും വിരമിക്കുകയാണ്. അങ്ങനെ കിരീടം സ്വന്തമാക്കിയ ഇന്ത്യക്ക് പകരം നഷ്ടമായത് ഈ 2 രത്നക്കല്ലുകളെയാണ്. തീർച്ചയായിട്ടും അവർക്ക് പടിയിറങ്ങാൻ പറ്റിയ ഒരു സാഹചര്യം തന്നെയായിരുന്നു ഇത്. ഇനി അവർ കാണിച്ചു തന്ന വഴിയിലൂടെ യുവതലമുറ വളർന്നു വരേണ്ടതാണ്. പതിറ്റാണ്ടുകൾ പടവെട്ടി മറ്റൊരു കിരീടം ഇന്ത്യക്ക് വേണ്ടി സമ്മാനിച്ച് അവർ പടിയിറങ്ങുമ്പോൾ വിരമിക്കലിൽ നിരാശപ്പെടാതെ അവർ നേടിത്തന്നതിൽ അവരോടൊപ്പം ആഘോഷിക്കാം.